ആദ്യം 3 സീസണുകൾ ഗംഭീരമായ ഒരു വെബ് സീരീസ് പിന്നീട് ക്യാൻസൽ ചെയ്യപ്പെടുന്നു. 7 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു OTT പ്ലാറ്റ്ഫോമിൽ അത് റിവൈവ് ചെയ്യപ്പെടുന്നു. 7 വർഷങ്ങൾക്ക് ശേഷം റിവൈവ് ചെയ്യപ്പെടുമ്പോഴും ആദ്യത്തെ 3ന്റെ അതേ നിലവാരത്തിൽ, അത് അഭിനയത്തിന്റെ കാര്യത്തിലോ, മേക്കപ്പിന്റെ കാര്യത്തിലോ, പ്രൊഡക്ഷൻ ക്വാളിറ്റിയുടെ കാര്യത്തിലോ ഒന്നുമല്ല. കഥയുടെ ടോണിൽ വരെ എക്സാക്ട്ലി അത്രയും കൃത്യമായി ഗംഭീരമായി അവർ റിവൈവ് ചെയ്തു. ആദ്യം 3 സീസണുകളിൽ പ്രേക്ഷകൻ എന്ത് കണ്ടോ, എന്ത് ഫീൽ ചെയ്തോ അത് തന്നെ 7 വർഷങ്ങൾക്ക് ശേഷം റീക്രിയേറ്റ് ചെയ്യാൻ അവർക്കായി. പറഞ്ഞു വരുന്നത് മാർവലിന്റെ ഡെയർ ഡെവിൾ എന്ന വെബ് സീരീസിനെ പറ്റിയാണ്. ആദ്യത്തെ 3 സീസണും നെറ്റ്ഫ്ലിക്സിൽ വമ്പൻ ഹിറ്റായിരുന്നു. അതിനുശേഷം ക്യാൻസൽ ചെയ്യപ്പെട്ടെങ്കിലും ഇത്തവണ ഡിസ്നി പ്ലസിൽ ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ എന്ന പേരിൽ അത് റിവൈവ് ചെയ്യപ്പെട്ടു. ആദ്യം 3 സീസണിലെ പോലെ തന്നെ ഇത്തവണയും ഡെയർ ഡെവിളായി വന്ന ചാർലി കോക്സിന്റെയും കിങ്പിനായി വന്ന വിൻസെന്റ് ഡോൺഫാരിയോയുടെയും പ്രകടനം തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ആദ്യം 3 സീസണിൽ നമ്മൾ എങ്ങനെ കണ്ടോ അതുപോലെ തന്നെ അത്രയും ആഴത്തിൽ, അത്രയും ഇന്റൻസ് ആയി തന്നെ ആ കഥാപാത്രങ്ങളെയും ആ സ്റ്റോറി ആർക്കും അവരിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തവണ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ഗംഭീര ട്വിസ്റ്റ്, ഒരു ഗംഭീര ഡെത്തിലൂടെയാണ് പടം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഒരുപക്ഷെ മുഴുവൻ പ്രേക്ഷകരെയും ഞെട്ടിക്കുന്ന ഒരു സീൻ. ഈ സീസണിൽ ഡെയർ ഡെവിൾ എന്നതിനേക്കാൾ കൂടുതൽ നമുക്കൊരു മാറ്റ് മർഡോക്ക് എന്ന വക്കീലിനെയാണ് കൂടുതൽ കാണാൻ കഴിയുന്നത്. ന്യൂയോർക്കിന്റെ മേയറായി മാറുന്ന കിങ്പിനും തന്റെ സൂപ്പർ ഹീറോ വേഷം അഴിച്ചുവെച്ച് ഒരു സാധാ വക്കീലായി ജീവിക്കുന്ന മാറ്റ് മർഡോക്കും തമ്മിലുള്ള സ്റ്റോറിയാണ് ഇത്തവണ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത്. അവസാനത്തെ എപ്പിസോഡുകളിലും വമ്പൻ ട്വിസ്റ്റുകൾ ഒരുക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഫാൻ ഫേവറേറ്റ് ആയ, ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തിരുന്ന ജോൺ ബെർദാലിന്റെ പൺഷർ എന്ന കഥാപാത്രവും ഈ സീസണിൽ വരുന്നുണ്ട്. മാർവലിന്റെ ഡെവിൾസ് റെയിൻ എന്ന കോമിക്കിനെ ആസ്പദമാക്കിയാണ് ഇത്തവണ ഈ സീരീസ് ഒരുക്കിയിരിക്കുന്നത്. ഈ സീസണിൽ 9 എപ്പിസോഡാണ് ആകെയുള്ളത്. അടുത്ത സീസൺ 2026 റിലീസ് ചെയ്യും. അതിനു മുമ്പ് തന്നെ ഇത്തവണ ഒക്ടോബർ ഒരു സ്പെഷ്യൽ പ്രസന്റേഷനായി ജോൺ ബെർദാലിന്റെ പണിഷറിന്റെ കഥയും എത്തുന്നുണ്ട്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിന്റെ ഡെയർ ഡെവിളിനെ മിസ് ചെയ്തവർക്ക് കാണാൻ ഒരു ഉഗ്രൻ അവസരമാണ് ഡിസ്നി പ്ലസിന്റെ ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ.